السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. ബഹുവന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ സംഗമം അല്ലാഹു നമ്മിൽ നിന്നും ഖബൂലാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹവും മഹബ്ബത്തും ഇഷ്കും വർദ്ധിക്കുകയും അതോടൊപ്പം മുസ്തഫ നബിയോടൊപ്പമുള്ള സ്വർഗ സാമീപ്യവും സ്വർഗലബ്ധിയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അവിടത്തോടുള്ള മഹബ്ബത്തും ഇഷ്കും പ്രകടിപ്പിക്കുകയും മുസ്തഫ നബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയും അതിലൂടെ മുസ്തഫ നബിയോടൊപ്പമുള്ള സ്വർഗ സാമീപ്യം സ്വർഗലബ്ധി നേടുകയും ചെയ്യുക എന്നത് എല്ലാ വിശ്വാസികളുടെയും വലിയ ആശയാണ്, ആഗ്രഹമാണ്. ഈ ലോകം തന്നെ പടക്കാൻ കാരണം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൽകി എന്നുള്ളതാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നബിയെ നൽകി, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൽകി എന്നതാണ് ഏറ്റവും വലിയ മഹത്വം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ. അതാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ദൗത്യം. ആളുകളെ തിന്മകളിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ആളുകളെ സംസ്കരിച്ച് സമുദ്ധരിച്ച് പരിശുദ്ധമായ നേർമാർഗത്തിലേക്ക്, നന്മയുടെ ധാർമ്മികതയിലേക്ക് ആളുകളെ സമുദ്ധരിച്ചെടുക്കുകയാണ് നബി തങ്ങൾ ചെയ്തത്. ആ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനീങ്ങൾക്ക് നൽകി എന്നതാണ് ആ പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനീങ്ങൾക്ക് നൽകി എന്നതാണ് അല്ലാഹു നമുക്ക് ചെയ്തിട്ടുള്ള, മുഅ്മിനീങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. ഫലൈസ ലില്ലാഹി അഅളമു മിൻ ഇർസാലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ദീ ഇലൽ ഹഖി വ ഇലാ ത്വരീഖിൻ മുസ്തഖീം. അതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടില്ല. ഏറ്റവും വലിയ നിഅമത്ത് ഫലൈസ ലില്ലാഹി അഅളമു മിൻ ഇർസാലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
റിസാലത്തുമായി നിയോഗിച്ച് മുസ്തഫ നബിയെ മുഅ്മിനീങ്ങൾക്ക് നൽകി എന്നതിനേക്കാൾ വലിയ മറ്റൊരു റഹ്മത്തുമില്ല. അപ്പൊ ഏറ്റവും വലിയ റഹ്മത്ത് അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്മിനീങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. ആ നിഅമത്തിനെ നാം പ്രശംസിക്കുകയും ആ നിഅമത്തിൽ നാം ആനന്ദിക്കുകയും അത് നിങ്ങൾ എടുത്തു പറയുകയും ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന് സൂറത്തുൽ ളുഹയിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ നിഅമത്ത് ഏറ്റവും വലിയ അഅ്ലമായ ഏറ്റവും പ്രധാനമായ നിഅമത്ത് അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നൽകുന്ന സന്ദേശം, ഇവിടെ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ റഹ്മത്ത് അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് മഹാനായ ആലൂസി കിതാബിൽ അതിന്റെ മുസന്നിഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി, ആ റഹ്മത്ത് മഹാനായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ്. ഈ അഅ്ലമായ മഹത്വമുള്ള ഈ ശ്രേഷ്ഠരായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിതങ്ങളോടുള്ള ആ വലിയ ഇഷ്കും ആ റഹ്മത്തിനോടുള്ള നമ്മുടെ അടങ്ങാത്ത ആവേശം നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മുസ്തഫ നബിയോടുള്ള മഹബ്ബത്ത്, ഇഷ്ക്, നബിയെ പുകഴ്ത്തി പറയുക, നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുക, സലാം പറയുക, നബി തങ്ങളെ പുകഴ്ത്തി പറയുക, നബിയോടുള്ള നബിയുടെ മഹബ്ബത്തിനെ ഏതൊക്കെ രീതിയിലും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുമോ ആ വിധേനയെല്ലാം നാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവും അവന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ അല്ലാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ തന്റെ ശൈഖായ ഉസ്താദായ അബുൽ ആലിയ എന്നവരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു വാചകം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഖാല അബുൽ ആലിയ സ്വലാത്തുല്ലാഹി സനാഉഹു ഇൻദൽ മലായിക വസ്വലാത്തുൽ മലായികതി ദുആഉഹും ലഹു എന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബുൽ ആലിയ എന്നവരിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. സ്വലാത്തുല്ലാഹി, അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സനാഉഹു ഇൻദൽ മലായിക, മലക്കുകൾക്കിടയിൽ വെച്ചിട്ട് മഹാനായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കുകൾക്കിടയിൽ വെച്ച് അല്ലാഹു പുകഴ്ത്തുകയാണ്. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദുആഉഹും ലഹു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തും സലാമും അധികരിപ്പിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അവിടുത്തോടുള്ള മഹബ്ബത്തും ഇഷ്കും നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളെക്കാളും, നിങ്ങളെ സ്വന്തത്തെക്കാളും, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും
നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പരിപൂർണമായ വിശ്വാസി ആവുകയില്ല എന്ന് മഹാനായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നബിയെ താങ്കളെയാണെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, പൂർത്തിയായിട്ടില്ല. നിന്റെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ ഞാനാവണം നിന്നെക്കാളും ഏറ്റവും നിന്നിലേക്ക് ഇഷ്ടപ്പെട്ടവൻ. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എൻ്റെ ശരീരത്തെക്കാളും എന്നെക്കാളും മറ്റുള്ളവരെക്കാളും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നു നബിയെ താങ്കളെ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഇപ്പോ പൂർത്തിയായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം എത്രത്തോളം സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മെക്കാളും നമ്മുടെ സ്വന്തത്തെക്കാളും നാം നബിയെ സ്നേഹിക്കണം. ആ മഹബ്ബത്ത് അത് ഇഷ്കിലൂടെ അത് നമ്മുടെ ഈമാനിന്റെ വർധനവിന് സഹായിക്കും. ഈമാനിന്റെ പരിപൂർണത മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാണ്. സ്വഹാബത്തൊക്കെ നബിയെ സ്നേഹിച്ചതിന്റെ ഉദാഹരണങ്ങൾ നാം ഒരുപാട് കേട്ടതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരു പ്രയാസവും വരാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ആളുകളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള സ്വഹാബത്ത്. ഗുഹക്കുള്ളിൽ ശത്രുക്കളിൽ നിന്നും അഭയം തേടിക്കൊണ്ട് ഗുഹക്കുള്ളിൽ ഒളിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വസ്ത്രം ചീന്തി എടുത്തുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള ആ ഗുഹക്കുള്ളിലുള്ള ദ്വാരങ്ങളെല്ലാം അടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. അവസാനം പരമാവധി തന്റെ വസ്ത്രത്തിൽ നിന്നും ശീല ചീന്തിയെടുത്താൽ ഔറത്ത് വെളിവാകും. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ദ്വാരം അത് തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അടച്ചു പിടിച്ചു. ആ സമയത്താണ് ആ മാളത്തിൽ നിന്നും ഒരു പാമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആ പാമ്പിന് പോലും വലിയ സ്ഥാനമുണ്ട്. ആ പാമ്പ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മാളത്തിൽ ഒളിച്ചതാണെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു പാമ്പ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത്രേ, ആ നബിയെ എവിടെ നിന്നാണ് കാണുക എന്ന്. ആ നബിയെ കാണാനുള്ള ആഗ്രഹം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പാമ്പ് പറഞ്ഞു. മഹാനായ സുലൈമാൻ നബിക്ക് അവരുടെ എല്ലാം സംസാരം മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു നൽകിയിരുന്നു. അപ്പോ ഇന്ന മാളത്തിൽ ഒളിക്കാൻ വേണ്ടി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പാമ്പിനോട് പറഞ്ഞ് ആ പാമ്പ് നൂറ്റാണ്ടുകൾ ആ മാളത്തിൽ കാത്തു നിൽക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പിന്നീട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കളിൽ നിന്നും അഭയം തേടിക്കൊണ്ട് ആ മാളത്തിൽ പ്രവേശിക്കുന്നത്. നബിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മാളത്തിലുള്ള ആ ഗുഹയിലുള്ള മാളങ്ങളെല്ലാം അടച്ചപ്പോ ഒരു മാളം അടക്കാനുള്ള ശീല ഇല്ലാത്തത് കാരണം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അടച്ചു പിടിച്ചതായിരുന്നു. പക്ഷേ ആ മാളത്തിലായിരുന്നു ആ പാമ്പുണ്ടായിരുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടങ്ങാത്ത മഹാനായ നബി തങ്ങളെ സംരക്ഷിക്കാനുള്ള വല്ലാത്ത ആഗ്രഹം അത് നബിയോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്. പാമ്പ് കാലിൽ കുത്തിയിട്ട് പോലും തന്റെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകിയിട്ട് പോലും മുസ്തഫ നബിയുടെ ഉറക്കം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നബി തങ്ങളോട് പറയാതിരുന്നത്. ഒടുവിൽ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയപ്പോഴാണ് മുസ്തഫ നബി തങ്ങൾ കാര്യം ചോദിച്ചത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ച്
കിടപ്പിലായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ ചെല്ലുന്നുണ്ട്. ഒരു കവി അതിനെ മനോഹരമായി വിശദീകരിക്കുന്നു. നബി രോഗിയായി പനിച്ചു കിടക്കുന്നത് കണ്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം രോഗിയായി. പ്രേമഭാജനം രോഗശയ്യയിൽ കണ്ട മാത്രയിൽ ഞാൻ ദീനനായി, ക്ഷമിച്ചതും എൻ സ്നേഹിതൻ സന്ദർശനം എനിക്ക് ആഹ്ലാദമായി. മഹാനായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാൻ ചെന്നു. നബി തങ്ങൾ പനിയായി കിടപ്പിലായത് കണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അസുഖം ബാധിച്ചു. പിന്നീട് നബി തങ്ങൾ സന്ദർശിക്കാൻ വന്നപ്പോഴാണ് സന്ദർശിച്ചതും എൻ സ്നേഹിതൻ സന്ദർശനം എനിക്ക് ആഹ്ലാദമായി. നബി തങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗം മാറി അദ്ദേഹം സന്തോഷിതനായിട്ടുള്ളത്. യാമ്പാറ്റകൾക്ക് മൺചിരാതുകളും ബുൽബുൽ പക്ഷികൾക്ക് കുസുമങ്ങളുമാണ് രമ്യമെങ്കിൽ സിദ്ദീഖ് കേലിയെ ഖുദാ കെ റസൂൽ. ചെറിയ യാമ്പാറ്റകൾക്ക് മൺചിരാതുകളും പക്ഷികൾക്ക് കുസുമങ്ങളുമാണ് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിടവാങ്ങിയതിനു ശേഷം മദീന വിട്ടുപോവുകയാണ്. എന്തുകൊണ്ട്? നബിയില്ലാത്ത മദീനയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്ത് ഷരീഫിലേക്ക് കടന്നു വരുന്നുണ്ട്. സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു വരികയാണ്. ആ സമയത്ത് സ്വഹാബത്തെല്ലാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നു. പക്ഷേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വചനമെത്തിയപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു എന്നാണ്. മഹബ്ബത്തിന്റെ കാഠിന്യം കൊണ്ട്, മുസ്തഫ നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ കഴിയാതെ നിലത്ത് ബോധം കെട്ട് വീഴുകയാണ്. ആ മഹബ്ബ് സ്വഹാബത്തിന് മുസ്തഫ നബിയോടുള്ള വല്ലാത്ത മഹബ്ബത്തായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, അതിരറ്റ സ്നേഹം കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും. നമ്മുടെ ഈമാൻ പരിപൂർണമാകും. മുസ്തഫ നബിയോടൊപ്പം സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കും. ഞാൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ഒരു സ്വഹാബി നബിയോട് പറഞ്ഞല്ലോ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബിയുടെ സമീപത്ത് ഒരു അറാബി വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന് മുസ്തഫ നബിയോട് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മാ അഅദത്ത ലഹാ, നീ എന്താണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, മാ അഅദത്തു മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സ്വദഖത്തിൻ. എൻ്റെ അടുക്കൽ ഒരുപാട് നോമ്പോ നിസ്കാരമോ സ്വതക്കയോ ഒന്നുമില്ല, ഒന്നും ചെയ്ത ഞാൻ കൂടുതലായൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ അന്ത മഅ മൻ അഹബ്ബ എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അപ്പം നബിയോടുള്ള വല്ലാത്ത ഇഷ്ടം കൊണ്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാമീപ്യം ലഭിക്കും. അതാണ് മഹബ്ബത്തിന്റെ, അതാണ് നബിയോടുള്ള മഹബ്ബത്തിന്റെ വലിയ പ്രത്യേകത, വലിയ ഫലം. ആ മഹബ്ബത്തിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ല. നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂലിനെ പറയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് സംരക്ഷണമുള്ള വീടായി മാറും. ഒരു നാട്ടിൽ പ്രവാചകനുണ്ടെങ്കിൽ ആ നാട്ടിൽ അദാബ് ഇറങ്ങുകയില്ല. വമാ കാന അല്ലാഹു യുഅസിബഹും വഅൻത ഫീഹിം എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുകയും ആക്രമിക്കുകയും
അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങട്ടെ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സമയത്താണ് ആയത്തിറങ്ങിയിട്ടത് വമാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങളുള്ള സമുദായത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയില്ല. ആ നബി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയില്ല. നമ്മുടെ വീട്ടിൽ നബിയെ പറയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് സംരക്ഷണമുള്ള വീടായി മാറും. ആരെങ്കിലും വീട്ടിൽ മൗലിദ് ആഘോഷിച്ചാൽ, നബിയെ പറയപ്പെട്ടാൽ, നബിയുടെ പേരിൽ സനാ പറഞ്ഞാൽ, മൗലിദ് ഓതിയാൽ, അന്നത്തെ ദിവസം മുതൽ അടുത്ത വർഷം ആ ദിവസം വരെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹഫ്ളത്തിന്റെ മലക്ക് ഹഫ്ഫത്ത് അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹഫ്ളത്തിന്റെ മലക്കുകൾ ആ വീട് പൊതിഞ്ഞ് സംരക്ഷിക്കും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടെങ്കിൽ മാറാവ്യാധി രോഗങ്ങൾ, അതുപോലെ മാരകമായ അസുഖങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ഏൽക്കുകയില്ല. കാരണം വമാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം. നബി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷയില്ല. ഒരു നാട്ടിലുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശുദ്ധ അധ്യാപനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തും സലാമും അധികരിപ്പിക്കുകയും നമ്മുടെ വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നബിയോടുള്ള മഹബത്തും ഇഷ്കും, നബിയെ പരമാവധി പുകഴ്ത്തിക്കൊണ്ടും സനാ ചെയ്തുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനു വേണ്ടി നാം സമയം കണ്ടെത്തണം. നമ്മുടെ വീട്ടിൽ മൗലിദുകൾ വ്യാപകമാക്കണം. അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കാൻ കാരണമാണ്. നാം ചൊല്ലുന്ന സ്വലാത്ത് അത് മഅറൂളത്തുൻ അലയ്യ, എൻ്റെ മേലിൽ അത് വെളിവാക്കപ്പെടും എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, താങ്കൾ വഫാത്തായതിനു ശേഷം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എങ്ങനെയാണ് താങ്കൾക്ക് കാണുക എന്ന് ചോദിച്ചപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അംബിയാക്കന്മാരുടെ ശരീരത്തിൽ തൊട്ടുപോകരുത്, അംബിയാക്കന്മാരുടെ ശരീരം തിന്നരുത് എന്ന് മണ്ണിനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. മണ്ണിനെ അള്ളാഹു ഹറാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായ സ്വലാത്തും അള്ളാഹുവിന്റെ നബിയുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളും സലാമുകളും അറിയിക്കാൻ അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയ ശേഷിയുള്ള, ഗ്രാഹ്യശേഷിയുള്ള മലക്കാണ്, കേൾവിശേഷിയുള്ള, ശ്രവണശേഷിയുള്ള മലക്കാണ്. ആ മലക്ക് ഈ ലോകത്തിന്റെ ഏത് ദിക്കിൽ വെച്ചും ആര് സ്വലാത്ത് ചൊല്ലിയാലും ആര് സലാം പറഞ്ഞാലും ആ മലക്കത് കേൾക്കുകയും നബിയോട് ഇന്ന വ്യക്തിയുടെ മകൻ ഇന്ന ആൾ നബിയെ താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, നാം ചൊല്ലുന്ന സലാമുകൾ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വലിയ അമലാണ്. മഹ്ശറയിൽ നാം ചെയ്യുന്ന അമലുകളെല്ലാം നമ്മുടെ മുമ്പിൽ നമുക്ക് ഏടുകളായി കയ്യിൽ തരും. അത് മറിച്ചു നോക്കുന്ന സമയത്ത് പലരുടെയും അമലുകൾ ഓഹരി ചെയ്തിട്ടുണ്ടാകും. നമ്മൾ മറ്റൊരാളെ പറ്റി ഗൈബത്ത് പറഞ്ഞാൽ, മറ്റൊരാളെ പറ്റി നമീമത്ത് പറഞ്ഞാൽ, നമ്മുടെ നന്മകൾ അവരെ നാം പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് വീതിച്ചു നൽകും. ഇനി നമ്മുടെ അടുത്ത് നന്മയില്ലെങ്കിൽ അവരുടെ തിന്മ നമുക്ക് കൈമാറ്റം ചെയ്യും. എന്നാൽ സ്വലാത്ത് ചൊല്ലിയതാണെങ്കിൽ അത് അള്ളാഹു ഇടപെടൂല. കാരണം അത് അബ്ദായ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ അള്ളാഹു ഇടപെടുകയില്ല. ആ സ്വലാത്തായിരിക്കും നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കൂടെ ഉണ്ടാകുക. നാം ചെയ്ത നിസ്കാരവും നാം ചെയ്ത നോമ്പും ഹജ്ജുമെല്ലാം ഒരു പക്ഷേ വീതിക്കപ്പെടാം. അല്ലെങ്കിൽ നാം ആരെയെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് അയക്കുമ്പോ മഹ്ശറയിൽ ആള് വന്നിട്ട് പറയും, ഖതഫനി ഹാദാ ശതമനി ഹാദാ വറബനി ഹാദാ. അള്ളാഹുവേ, ഇവൻ എന്നെ കുറിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ട്, എന്നെ ആക്രമിച്ചിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട്, എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അമലുകൾ അവർക്ക് വീതിച്ചു നൽകും. നാം ചെയ്ത നിസ്കാരവും നോമ്പും ഹജ്ജുമെല്ലാം അതിന്റെ പ്രതിഫലമെല്ലാം അവർക്ക് നൽകും. എന്നാൽ നാം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വീതം ചെയ്യുകയില്ല. ഏറ്റവും ഒടുവിൽ ആ സ്വലാത്ത് നമ്മുടെ ത്രാസിലേക്ക് വെക്കുമ്പോൾ അത് മുൻതൂക്കമുണ്ടെങ്കിൽ, അത് ധാരാളം കനം തൂങ്ങിയാൽ നമുക്ക് സ്വർഗ്ഗലബ്ധി ലഭിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം നമുക്ക് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അതുകൊണ്ട് നാം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അത് ആഖിറത്തിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. നമ്മുടെ ഈമാനിന് വർധനവ് ലഭിക്കുന്ന കാര്യങ്ങളാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. അള്ളാഹുവിലേക്കുള്ള കവാടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയിലൂടെ, ആ നബിയുമായി ബന്ധപ്പെട്ട് മുസ്തഫ നബിയിലൂടെ നമുക്ക് സ്വർഗ്ഗലബ്ധി ലഭിക്കണം. വലിയ കാരുണ്യമാണ് നമുക്ക് നബി പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചക ജീവിതം അത് വിശുദ്ധ ഖുർആനായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതം? കാന ഖുലുഖുഹു ഖുർആൻ, അൽ ഖുർആൻ എന്നാണ് മഹദി പറഞ്ഞിട്ടുള്ളത്. പ്രവാചക ജീവിതം അത് കൃത്യമായി നാം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട്, ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, അവിടുത്തെ കരുണയും അവിടുത്തെ നീതിയും അവിടുത്തെ അനുജരോടുള്ള അനുകമ്പയുമെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കണം. പ്രവാചകന്റെ സ്വഭാവം, പ്രവാചകന്റെ ചര്യകൾ നാം കൃത്യമായി നബിയോട് പിന്തുടർന്നുകൊണ്ട് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പരിശുദ്ധമായ ഈ റബീഉൽ അവ്വലിൽ നാം ചെയ്യുന്ന പ്രത്യേകമായ അമലുകളെല്ലാം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. മുസ്തഫ നബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുകയും അതിലൂടെ സ്വർഗം ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بالروضة سكنت روحي وجوار الهادي محمد يا طيبة جئتك صبا لرسول الله محبا بالروضة سكنت روحي وجوار الهادي محمد السلام عليك يا رسول الله السلام عليك يا حبيبي يا نبي الله